സംഘികൾ ശ്രമിക്കുകയാണെന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിനും വലതുപക്ഷത്തിനൊക്കെ മനസ്സിലായപ്പോൾ ഇവർ വേടനെ ചേർത്ത് പിടിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ഇവർ വേടനെ ചേർത്ത് പിടിച്ചപ്പോൾ ശരിക്കും കുരു പൊട്ടിയത് അല്ലെങ്കിൽ ശരിക്കും വേദനിച്ചത് ഈ പറയുന്ന സംഘിക്കുട്ടന്മാർക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ വേദനയിൽ കൂടി ഈ വേടനെ അങ്ങ് തകർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സംഘികൾ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമായിരുന്നു പണ്ടത്തെ മീറ്റു ആരോപണം കുത്തിപ്പൊക്കുക എന്നുള്ളത്. നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടില്ല, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നീട് അത് തുടരെ പല വിഷയങ്ങളിലേക്ക് വന്നു. ഇപ്പോൾ 4-5 ഇരകളായിട്ട് വേടൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അങ്ങനെ കുറച്ച് ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോടതി വരെ കേസ് എത്തി നിൽക്കുകയാണ്. അങ്ങനെ കോടതി ആ ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് കോടതി പറഞ്ഞു, ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കാണുന്ന സാധനം വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല, അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്നെ വേണം. ഇനി ആ തെളിവുകൾ ഇല്ല എന്നുണ്ടെങ്കിലും അയാളെ പിടിച്ചകത്തിടാനായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ഈ പറയുന്ന ഇരകളെന്ന് പറയപ്പെടുന്ന പെൺകുട്ടികൾ പറയുന്ന കാര്യങ്ങളില്ല. അത് കോടതിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ വേടനെ പിടിച്ചകത്തിടാൻ പറ്റില്ല എന്നുള്ള ഒരു താക്കീത് കോടതി കൊടുത്തു. ഇനി ഇതിനെ മറികടന്ന് പോലീസുകാർ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വേടനെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കോടതി അലക്ഷ്യമാണെന്നുള്ള രീതിയിലേക്ക് പോകുമെന്നും ഈ കോടതിയിൽ ഹൈക്കോടതിയിലെ ജഡ്ജി